ഒരു 2 മാസം മുമ്പൊക്കെ എൻ്റെ സ്ത്രീയുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലിലുമൊക്കെ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കൽ പോലും ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഒരാൾ വന്നു പറയുന്നു. എന്താ 2 മാസം മുമ്പാണ് ശ്രീകുമാറിനെതിരെ ഒരു പീഡന കേസ് വരുന്നത്. ഉപ്പും മുളക് എന്ന ഒരു പരിപാടിയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഒരു കേസ് വരുന്നത്. സ്ത്രീ പീഡനം എന്നുള്ളതാണ്. വലിയ രീതിയിൽ ന്യൂസ് ചാനലൊക്കെ അത് കൊണ്ടാടി, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അത് കിടന്ന് കറങ്ങി. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫേക്ക് ആവും എന്നുള്ളത് കാര്യം. അത് തന്നെ ഇപ്പൊ 2 മാസത്തിന് ശേഷമാണ് ഇവരത് തുറന്നു പറയുന്നത്. അതായത് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം ഇപ്പൊ പറയുന്നത്. ഇതൊരു വലിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചതിക്കപ്പെട്ട് കേസുകളിൽ കുടുങ്ങുന്നുണ്ട്. ഇയാളുടെ ഒക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഫാമിലിയുടെ ഇടയിൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ അവിടെ പോലും പോകാൻ കഴിയില്ല. അത്രയ്ക്ക് നാണം കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ സെലിബ്രിറ്റീസിനാണ് കൂടുതൽ ഇങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസ് വരാറ്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടക്കുന്ന സമയത്ത് സംഭവിച്ചതാണ്. എന്താ പറയാ, നട്ടാ കിളിക്കാൻ പറ്റാത്ത നുണാന്ന് പറയില്ലേ, അത് ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ വ്യാജ പരാതി കൊടുത്ത് ഇങ്ങനെ ഒരാളെ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാർ വിചാരിക്കാനേ പാടില്ല. ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എഴുതുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാനോ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇടപെടാനോ പറ്റാത്ത ഒരു ഫ്രെയിമിലാണ് അവർ കൊണ്ട് നിർത്തുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജുനൈദിന്റെ വിഷയത്തിൽ തന്റെ കാമുകി തന്നെ ചതിച്ചിട്ട് ഒരു കള്ളക്കേസ് കുടിക്കുന്നതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ നാണം കെട്ട്, നാട്ടുകാരുടെ ഇടയിൽ നാണം കെട്ട്, അവസാനം മദ്യപാനത്തിന്റെ അടിമയായിട്ട് മരണപ്പെട്ടൊരവസ്ഥ. നിങ്ങൾക്കറിയാം, ദുരൂഹ മരണമാണ്. അത് അന്വേഷണം നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല ആളുകൾ ജീവൻ എടുക്കുന്ന ആളുകളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറിമായത്തിലാണ് ശ്രീകുമാർ ഒന്ന് വൈറലായി വന്നത്. പിന്നെ അതിനുശേഷം മെമ്മറീസ് എന്ന സിനിമയിൽ അതികിഡിലനായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അഭിനയിക്കാൻ കഴിവുള്ള മനുഷ്യനാണ്. ഇനിയും സിനിമകളിലൂടെ രംഗത്ത് വരേണ്ട ഒരാളെയാണ് ഒറ്റയടിക്ക് മണ്ടക്കൊരു കൊട്ടും കൊട്ട് ഒരു ഇല്ലാത്ത കേസും കൊടുത്ത് കുടിക്കിയത്. ഇതൊക്കെ ഒരു പാഠമാവട്ടെ, അത്ര തന്നെ. ഇത് 100% കള്ളപ്പരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം, ഈ പറയുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾ തെളിയിക്കും. ഓക്കെ, ഒരു ആൺകുട്ടിയെ, ഒരു പുരുഷനെ കേസിൽ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ സംരക്ഷണം നിയമത്തിന്റെ കയ്യിൽ നിന്നുണ്ട്. പല സാഹചര്യങ്ങളിൽ കിട്ടാറില്ല. എന്നാൽ പോലും ഇത് ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അത് കിട്ടാതെ പോകുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ആർക്കെങ്കിലും എതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ആ ഒരാളെ എന്നെ അത് ചെയ്തു ഇത് ചെയ്തു നഗ്ന ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്താൽ അത് അന്വേഷണം അറസ്റ്റ് ചെയ്തതിന് ശേഷമേ നടക്കൂ എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്യുന്നു, അന്വേഷണം തുടങ്ങുന്നു. അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പീഡനം ആരോപിച്ച ആ ഒരു കേസിൽ പ്രതി എന്ന രീതിയിൽ ന്യൂസ് ചാനൽ അങ്ങ് കൊണ്ടാടും. ഒരാളും ഒരു ചാനൽ പോലും ആ വാർത്ത പിന്നീട് തിരുത്താറില്ല. അത് തിരുത്താത്തത് കൊണ്ട് തന്നെ അവർ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞാലും ആ ഒരു നെഗറ്റീവ് ഇമേജ് അവിടെ കിടക്കും. ഇനി തിരുത്തിയാൽ ആരെങ്കിലും കാണൂല. എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവ് തന്നെയാണ്. ജുനൈദിന്റെ വിഷയത്തിൽ അത് തന്നെ നടന്നിട്ടുള്ളത്. തിരുത്താനൊരു അവസരം അയാൾക്ക് ഉണ്ടായിരുന്നു, അയാൾ പറഞ്ഞതാരും കേട്ടില്ല. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ഇപ്പൊ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളാം. സത്യത്തിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക്, അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ന്യൂസുകാർക്കും അറിയാമായിരുന്നു അതിൽ ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന ഒരു സംഗതിയെ സ്ത്രീക്കെതിരെ വന്നിട്ടില്ല, അങ്ങനെ പരാതിയിൽ പോലും വന്നിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാവും ന്യൂസ് ചാനലുകൾ അങ്ങനെ ഒരു നുണ പറയുന്നത്? ഈ ഒരു ആരോപണത്തിൽ, ഈ ഒരു കേസിൽ, ഈ ഒരു FIR ഇദ്ദേഹം ലൈംഗികമായിട്ട് വൃത്തികേട് ചെയ്തു എന്ന് എവിടെയും പറയുന്നില്ല. FIR ഇല്ലാത്ത ഒരു കാര്യം അത്ര. ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ഉടനടി കേസും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നിങ്ങൾ ഈ ഇടയ്ക്ക് അറിഞ്ഞിട്ടുണ്ടാവും, ഒരു ആംബുലൻസിന് വഴി തടഞ്ഞിട്ട് മുന്നിൽ പോയ ഒരു സ്ത്രീ, ആ ഒരു സ്ത്രീയുടെ ആ ഒരു പിന്നിൽ നിന്നുള്ള വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്, അതായത് കൈ അറ്റുപോയ ഒരു ആളുമായിട്ട്, ഒരു രോഗിയുമായിട്ട് ആശുപത്രിയിലേക്ക് അതിവേഗം പോകുന്ന ആംബുലൻസിന്റെ മുന്നിലാണ് ഈ കളി. ആ ഒരു പെൺകുട്ടി ഒരു കേസ് കൊടുക്കുന്നു, എന്റെ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കും അല്ലെ. നേരെ തിരിച്ച് ആ ഒരു സ്ത്രീക്ക് എതിരെ കേസ് വരുന്നത്, അതായത് ആ ലൈസൻസ് റദ്ദാക്കുന്നു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നതും ആയ കാര്യങ്ങൾ വരുന്നത് പിന്നീടും ഒരാഴ്ച കഴിഞ്ഞിട്ടാ. നേരെ തിരിച്ചതൊരു പുരുഷനായിരുന്നുവെങ്കിൽ അവൻ അപ്പം തന്നെ ലൈസൻസ് റദ്ദാക്കുന്ന പരിപാടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സ്ത്രീകൾക്ക് ഒരു സംരക്ഷണം കൊടുക്കും. സ്ത്രീ പറയുന്ന കാര്യം അത് പൂർണ്ണമായിട്ടും അപ്പം തന്നെ തീരുമാനം എടുക്കുക. അറസ്റ്റ് ചെയ്യുന്നു, ന്യൂസ് ചാനൽ വരുന്നു. അത് കഴിഞ്ഞ് അത് നുണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വരിക. ഇപ്പൊ കോടതിയുടെ ഒരു വിധിയുണ്ട്, അങ്ങനെ ഫേക്ക് ആയിട്ട് അലിഗേഷൻ പറഞ്ഞ് അത് ഫേക്ക് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും വേണം. അല്ലെങ്കിൽ പല ആളുകളും ഇപ്പോഴും നാണം കെട്ട് നാറാണക്കല്ലെടുത്ത് ജീവിക്കുക. പിന്നെ അപ്പം
അവിടെ ഒരു സ്ത്രീയാണ് കൊടുത്തത്. ഇന്നും ഇപ്പം ഞാൻ പറയുന്നു, എനിക്ക് അവരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയാനോ ഈ കേസ് എന്താണെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. സത്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണ്. അവരനുഭവിക്കുന്ന അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ്. പക്ഷെ അത് പറയാൻ പറ്റാത്തത് എൻ്റെ ഗതികേടാണെന്നേ ഞാൻ പറയുള്ളൂ. വൗ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്ത്രീ ഒരു നുണ അങ്ങ് കേസ് കൊടുക്കുന്നു, ഒരു പുരുഷനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അവന്റെ ഫോട്ടോ എല്ലായിടങ്ങളിലും വരുന്നു. ഇത് നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ വിധി വരുമ്പോഴും ആ സ്ത്രീയുടെ മുഖം കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം അത് എടുത്ത് ദൂരെ കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തെറ്റ് ചെയ്തവന് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ശിക്ഷ കൊടുക്കുക. ഇവിടെ നുണകൾ പറഞ്ഞുകൊണ്ട് ഒരു പുരുഷന്റെ ജീവിതം എത്രത്തോളം തകർക്കാൻ കഴിയും അത്രത്തോളം തകർത്തിട്ട് അത് നുണയാണെന്ന് കണ്ടെത്തിയാൽ ആ സ്ത്രീക്ക് ഒരു കുഴപ്പമില്ല. കേസ് കൊടുക്കുമ്പോൾ അവരെ മുഖം കാണിക്കില്ല. എന്ത് തെമ്മാടിത്തരം ചെയ്താലും സ്ത്രീകളുടെ മുഖം കാണിക്കില്ല. ഇവർ കൃത്യമായിട്ട് ആ ഒരു ഭാഗം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ മാറ്റം വരിക തന്നെ വേണം, തീർച്ചയായിട്ടും മാറ്റം വരണം. അപ്പോൾ അങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അത് 100% വ്യാജ പരാതിയാണെന്ന് എനിക്കറിയാം. നിയമപരമായി തന്നെ അതിനെ നേരിടും എന്നൊക്കെയുള്ള വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയണത്, നമ്മൾ ആ സമയത്ത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ പോയ ഒരു മാനസികാവസ്ഥയുണ്ട്. അതൊരാളും ചിന്തിച്ചിട്ടില്ല. ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്നതും ഒരു സ്ത്രീയല്ലേ, അവരും ചിന്തിച്ചിട്ടില്ലല്ലോ. അവർക്ക് വേണ്ടത് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അതുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ദുഷ്ടമനോഭാവമുള്ള സ്ത്രീകളുണ്ട്, നല്ല മനോഭാവമുള്ള സ്ത്രീകളുണ്ട്, ന്യൂട്രൽ ലെവലിലുള്ള സ്ത്രീകളുണ്ട്, ഇത് പുരുഷന്മാരിലുണ്ട്. അപ്പോൾ അവരാ ഒരു ക്രൂര മനോഭാവം വെച്ചിട്ട് ഇല്ലാ കഥകൾ കേസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരൊന്നും ചിന്തിക്കില്ല. ആ ഒരു കാര്യത്തിൽ കുടുങ്ങുന്ന ആളുകൾക്കും അവരുടെ ഫാമിലിക്കും മാത്രമേ ഇതിൽ വലിയ രീതിയിൽ സങ്കടമുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇത് ന്യൂസ് ആക്കുന്ന അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ ഇത് ന്യൂസ് ആക്കുന്ന ആളുകൾക്ക് വെറും ഒരു ന്യൂസ്, തിരുത്തിയാലും തിരുത്തിയില്ലെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. നാളെ ഈ ഒരു കാര്യം അത് ഫേക്ക് ആയിരുന്നു എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ ഫോട്ടോ തീർച്ചയായിട്ടും കാണിക്കും. നമുക്കും വേണം ഒരു പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ പല ആളുകളും അതിനെതിരെ, പല പുരുഷന്മാരും അതിനെ കാർക്കിച്ചു തുപ്പി. നാളെ നിന്നെ ആ ഒരു കേസിൽ ഇങ്ങനെയുള്ള ഇല്ലാ കഥകളിലൂടെ നിന്നെ കൊടുക്കുമ്പോൾ നീ ചിന്തിക്കും, അവർ പറഞ്ഞത് ശരിയാ, ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നുള്ളത്. തീർച്ചയായിട്ടും വേണം. ആ ഒരു കാര്യത്തിൽ ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. കള്ളക്കേസിൽ കുടുക്കി അവർ കേസിൽ വിമുക്തമായി പുറത്തു വന്നതിന് ശേഷം തീർച്ചയായിട്ടും അവർക്കെതിരെ പരാതി നൽകിയ ആൾക്കെതിരെയും ശക്തമായിട്ട് രംഗത്ത് വരണം. കേസ് കൊടുക്കണം, സ്ത്രീ ആണെങ്കിലും മുഖം കാണിക്കണം. അപ്പം ഇത്തരം വ്യാജ പരാതികൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? സത്യമായ പരാതി കൊടുക്കുന്നവരുടെ ഞാൻ പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ എന്താ പറയുക തിരക്കുകൾ ഇവരുണ്ടാക്കി കൊടുക്കല്ലേ ഈ വ്യാജ പരാതി കൂടിയിട്ട്. അവരിതിന്റെ പണിയെടുക്കണ്ടേ? തീർച്ചയായിട്ടും വ്യാജ പരാതികൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കേസ് പോലും ആളുകൾ ഒരു സംശയ ദൃഷ്ടിയിൽ കാണില്ലേ? അത്രയേ ഉള്ളൂ. പക്ഷെ പല കേസുകളും നമുക്ക് വാർത്ത കേൾക്കുമ്പോൾ തന്നെ അറിയാം വ്യാജ പരാതിയാണെന്ന്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാധനമാണ് കേസ് ശക്തമാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പരിപാടി. ഫോട്ടോയും വീഡിയോയും, നഗ്ന ഫോട്ടോയും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, എടുത്തു വെച്ചു എന്നുള്ളത്. അത് കേട്ട ഒരു 90% വിശ്വസിക്കേണ്ട ആ കേസ് ഫേക്ക് ആണെന്നുള്ളത്. ഒരുപാട് കേസുകൾ ഇപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജുനൈദിന്റെ വിഷയമാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വീഡിയോ, ഇനിയൊരു വീഡിയോ വരാണ്ട്, തിരൂര് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ആ ഒരു പയ്യനെ പരമാവധി എല്ലാവരും വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കേസ് നടക്കുന്ന വിഷയമാണ്. കേസ് ഒന്ന് തീരട്ടെ, അത് കൃത്യമായി പറയും. നമ്മുടെ ഒരു നിയമ സംവിധാനത്തോടുള്ള ഒരു വിശ്വാസ്യത നമുക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഒറ്റ ബലത്തിലാണ് നമ്മൾ ഇപ്പോഴും എവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അത് ഞങ്ങൾ തെളിയിക്കും. അത് തെളിയിച്ചതിന് ശേഷം ഒരു വരവ് ഞാൻ വരും, അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും വരണം. അതാരാണെങ്കിലും ആ മുഖം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക തന്നെ വേണം. നിയമത്തിന്റെ മാറ്റങ്ങൾ വരിക തന്നെ വേണം. അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നുണയിലൂടെ ഒരാളെ കുടുക്കി കഴിഞ്ഞിട്ട് അവർ അന്തസ്സായി ജീവിക്കുമ്പോൾ അത് ഫേക്കാണ്, അയാൾ വെറുതെ വിട്ടു, എന്നിട്ട് പോലെ അയാൾ അത് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തവരും അനുഭവിക്കുക തന്നെ വേണം. അങ്ങനെയാണ് ലൈംഗികാതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എഴുതുന്നത്. അപ്പോൾ ഒരാളെ ഒരു ആണായാലും പെണ്ണായാലും രണ്ടുപേരെയും ലൈഫിനെ തന്നെ പല രീതിയിൽ ബാധിക്കും. ഈ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ്, നിന്റെ കൂടെ വന്ന് നിന്റെ മറ്റേ ഫ്രണ്ട് ഉണ്ടായിട്ട് അവനാണ് അങ്ങനെ പറഞ്ഞ് പിന്നെ അവരുടെ അടുത്ത ഫ്രണ്ട്, പിന്നെ നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് പോകാനോ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇടപെടാനോ പറ്റാത്ത ഒരു ഫ്രെയിമിലാണ് അവർ കൊണ്ട് നിർത്തുന്നത്.
മനസ്സിലായി. അപ്പൊ വ്യാജ പരാതി കൊടുത്ത് ഇങ്ങനെ ഒരാളെ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാർ വിചാരിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ ലാസ്റ്റ് ടൈം, ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒരു ഓർഡർ വന്നത്. അതെ, ആ ഓർഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് സംഭവം ശരിയാണ്, അവർക്ക് നിയമ സംരക്ഷണങ്ങളൊക്കെ കൊടുക്കണം, അവർക്ക് കിട്ടേണ്ട നീതി വാങ്ങി കൊടുക്കണം. പക്ഷേ നുണ പറഞ്ഞ് നീതി വാങ്ങിയെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ ഊള പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക തന്നെ വേണം. അത് നുണയാണെന്ന് തെളിഞ്ഞാൽ അവരുടെ മുഖം കാണിക്കുക തന്നെ വേണം. ഒരുപാട് വിഷയത്തിൽ അത് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എന്തുകൊണ്ടാണ്? കള്ളപ്പരാതികളിൽ കുടുങ്ങിക്കൊണ്ടാണ്. അതിനി സ്ത്രീ വിഷയം മാത്രമല്ല കേട്ടോ, ഒരുപാട് വിഷയങ്ങളുണ്ട്. പല വിഷയങ്ങളിലും അങ്ങനെ കള്ളത്തരത്തിലൂടെ കൊടുക്കുമ്പോൾ അവർ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം പറയുന്ന 100% ഉറപ്പിച്ച് പറയുന്നതാണ്, ഞാൻ അങ്ങനെ ഒരു വൃത്തികേടും ചെയ്തിട്ടില്ല, എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി പോലും ഇല്ല. ന്യൂസ് ചാനൽ വന്നത് എന്താ, അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും കാലം തെളിയിക്കട്ടെ. കാലം തെളിയിക്കുന്നതിനനുസരിച്ച് ആ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. തെറ്റ് ചെയ്തവന്റെ ഫോട്ടോ, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും പുറലോകം കാണട്ടെ. ആണിനും പെണ്ണിനും ഒരേ നീതി മതി ഇവിടെ. അതാണ് അതിൻ്റെതായ ശരി. പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.